നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള വിവിധ സമ്പാദ്യ പദ്ധതികളെ പറ്റിയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ഭാവിയെപ്പറ്റി വളരെയേറെ ആശങ്കകളുണ്ട്. അപ്പോൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള വിവിധ സമ്പാദ്യ പദ്ധതികളാണ് നമ്മളിന്ന് പറയുന്നത്. ആദ്യമായി സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഗവൺമെൻറ് റിലേറ്റഡ് സമ്പാദ്യ പദ്ധതികളെ പറ്റിയാണ് പറയുന്നത്. അതിനുശേഷം റിസ്ക് ഉള്ള സമ്പാദ്യ പദ്ധതികളെ പറ്റി പറയാം. ആദ്യമായി പറയുന്നത് PPF പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, PPF എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അത് ഒരു മൈനറിന് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേരൻ്റ് ആയിരിക്കും. നമുക്ക് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ പോയി ഒരു മൈനറിന് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മിനിമം നിക്ഷേപിക്കേണ്ട വർഷം എന്ന് പറഞ്ഞാൽ 15 വർഷമാണ്. ഒരു തവണ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുകയെന്ന് പറയുന്നത് 500 രൂപയാണ്. അതുപോലെ തന്നെ ഒരു വർഷം മാക്സിമം നിക്ഷേപിക്കാവുന്ന തുക 1,50,000 രൂപയാണ്. 15 വർഷമെങ്കിലും നമ്മൾ മിനിമം നിക്ഷേപിക്കണം. മെച്യൂരിറ്റി എമൗണ്ട് കുട്ടി മെച്ചറായതിനു ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ PPF പലിശ നിരക്ക് വേരി ചെയ്യും. പക്ഷേ എപ്പോഴും 7.1% മേളിൽ വരുമാനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് PPF. രണ്ടാമത്തത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജനയാണ്. സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇവിടെയും ഒരു വർഷം നിക്ഷേപിക്കാവുന്ന മാക്സിമം തുക 1,50,000 രൂപയാണ്. പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ പോയി നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്ത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്നായി പ്ലാൻ ചെയ്താൽ നല്ലൊരു എമൗണ്ട് കിട്ടാവുന്ന ഒരു പദ്ധതി തന്നെയാണ് സുകന്യ സമൃദ്ധി യോജന. ഇപ്പോൾ ഒരു 5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ പേരിൽ നമ്മൾ 10,000 രൂപ നിക്ഷേപിക്കുന്നു. അപ്പോൾ 10,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം നിക്ഷേപിക്കുന്ന തുക 1,20,000. അങ്ങനെ ഏകദേശം ഒരു 15 വർഷം നമ്മൾ നിക്ഷേപിക്കുകയാണ്. 15-16 വർഷം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 18 ലക്ഷം രൂപ നിക്ഷേപിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ 21ാമത്തെ വർഷം കഴിയുമ്പോൾ അതിന് കിട്ടുന്ന തുക, 21 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുക ഏകദേശം 56 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. നമ്മൾ ഏകദേശം 18 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്. ഇത്രയും കാലയളവിൽ, ഈ 15 വർഷം കാലയളവിൽ നിക്ഷേപിക്കുന്നത് 18 ലക്ഷം രൂപയാണ്. നമുക്ക് കിട്ടുന്നത് ഏകദേശം 56 ലക്ഷം രൂപയാണ്. ഈ തുക, ഒരു വർഷം നമ്മളിപ്പോൾ നിക്ഷേപിച്ച തുക 1,20,000 അത് 1,50 ഉയർത്തുകയാണെങ്കിൽ ഏകദേശം നിക്ഷേപ തുക, മെച്ചൂരിറ്റി തുക 69 ലക്ഷത്തിനടുത്ത് നമുക്ക് കിട്ടും. ഇനി കുട്ടികളുടെ പേരിൽ തുടങ്ങാവുന്ന വേറൊരു പ്ലാനാണ് NPS വാത്സല്യ. കഴിഞ്ഞ ബജറ്റിൽ ഗവൺമെൻറ് ആരംഭിച്ചതാണ് NPS വാത്സല്യ. നമുക്കറിയാം, NPS എന്ന് പറഞ്ഞാൽ പെൻഷൻ പദ്ധതിയാണ്. ആ NPS പെൻഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് കുട്ടികൾക്കും കൂടി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പേരിൽ NPS അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പേരൻറ്റിന് അത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് NPS വാത്സല്യ. ഇതിനകത്ത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക മാക്സിമം 75% വരെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്കി ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും മറ്റുമാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ NPS വാത്സല്യ എന്ന് പറയുന്നത് വർഷങ്ങളോളം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് വളരെ വളരെ വലിയൊരു പെൻഷൻ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തത്ര വലിയൊരു പെൻഷൻ കിട്ടുന്നതായിരിക്കും. നല്ലൊരു പദ്ധതിയാണ് NPS വാത്സല്യ. ഇനി ഇതുവരെ പറഞ്ഞത് ഗവൺമെൻറ് റിലേറ്റഡ് പദ്ധതികളെ പറ്റിയാണ്. ഇതുകൂടാതെ പോസ്റ്റ് ഓഫീസിലും ഈ സുകന്യ സമൃദ്ധി നമുക്ക് പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. അടുത്തത് കുട്ടികൾക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലുമൊക്കെ ടേം റിലേറ്റഡ് സ്കീംസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് അത്ര അട്രാക്റ്റീവ് അല്ല.
പിന്നെ ബാങ്ക് എഫ് ഡികളും നമുക്ക് ചെയ്യാൻ പറ്റും. പഞ്ചാബ് നാഷണൽ ബാങ്കിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എഫ് ഡി ഉണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് 10 മുകളിലൊന്നും പോകത്തില്ല, 8 താഴെയാണ്. അതൊരു അട്രാക്റ്റീവ് റേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ റിസ്കിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുക. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിമാറ്റ് അക്കൗണ്ട് മൈനറുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. മൈനറുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മൈനറുടെ പേരിൽ ആദ്യമേ പാൻ എടുക്കണം. മൈനറുടെ പേരിൽ നമുക്ക് പാൻ കിട്ടും, അപ്ലൈ ചെയ്താൽ പാൻ കിട്ടും. പാൻ എടുത്തതിന് ശേഷം മാത്രമേ മൈനറുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മേടിച്ചാലും ഓഹരി മേടിച്ചാലും അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. 18 വയസ്സാവാതെ ഡിമാറ്റ് അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മേടിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ആയാലും ഓഹരി ആയാലും നമുക്ക് അവരുടെ ആ അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്യാനേ പറ്റത്തുള്ളൂ, സെല് ചെയ്യാൻ പറ്റത്തില്ല. ഒൺലി ബൈയിങ് മാത്രമേ നടക്കത്തുള്ളൂ, സെല്ലിങ് നടക്കത്തില്ല. ഞാനീ പറഞ്ഞു വരുന്നത് കുട്ടികളുടെ പേരിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു ഫണ്ടെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും റിസ്കിയർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നതും സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. 2009 SBI സ്മോൾ ക്യാപ് ഫണ്ട് തുടങ്ങിയത്. ഈ 2009 നമ്മൾ ഒരു മാസം 10,000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 2024 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 18 ലക്ഷം സംതിങ് എമൗണ്ട് അതിനകത്ത് നമ്മൾ നിക്ഷേപിക്കും. 15 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 1,24,00,000 രൂപയാണ്. അതായത് ഏകദേശം 18 ലക്ഷം പ്ലസ് എമൗണ്ട് മാത്രമാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഈ 15 വർഷം കൊണ്ട് നമ്മളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഏകദേശം 1,24,00,000 വളർന്നു കഴിഞ്ഞു. ഇതേപോലുള്ള പദ്ധതികളാണ് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇന്ന് ഒരുപാട് കുട്ടികൾ വിദേശത്ത് പഠിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്, എൻജിനീയറിങ്ങിനും മറ്റുമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഭീമമായ തുകയാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ബാങ്ക് ലോൺ എടുക്കുന്നതിന് പകരം ആ കുട്ടിയുടെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം സ്മോൾ ക്യാപ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ടിലാണെങ്കിൽ റിട്ടേൺ കുറയും. ഞാൻ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ്, അതുപോലെ റിട്ടേണും കൂടുതലാണ്. ഒരു ലോങ് ടെനർ എടുക്കുകയാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും. അതുകൊണ്ട് കുട്ടിയുടെ പേരിൽ നല്ല ഫണ്ടുകൾ, സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഒരു 10-15 വർഷം അടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടും. അവർ വിവാഹത്തിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ റിസ്കിയർ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. കുട്ടികളുടെ പേരിൽ നമുക്ക് ഷെയർസ് വാങ്ങിച്ചിടാൻ പറ്റും. അതൊരിക്കലും വിൽക്കാൻ പറ്റത്തില്ല. വിൽക്കണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അത് 18 വയസ്സായതിനു ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വാളിറ്റി ഷെയർസ്, അതായത് TCS, CAMS, MRF പോലുള്ള ഷെയർസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് കുട്ടിയുടെ പേരിൽ കാണും. ഉദാഹരണത്തിന് 2003 MRFൻ്റെ വില 1,175 രൂപയാണ്. ഇന്ന് അതിൻ്റെ വില 1,40,40,000 രൂപയാണ്. TCS 2004 അതിൻ്റെ IPO ഇറങ്ങിയത്. 1 ലക്ഷം രൂപ അന്ന് TCSൽ നിക്ഷേപിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 16 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കിട്ടിയായിരുന്നു. അതായത് 21 വർഷം കൊണ്ട് 16 ഇരട്ടി മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് അതിൻ്റെ ഓരോ ക്വാർട്ടറിലും കൊടുക്കുന്ന ഡിവിഡൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്, അതും കൂടെ വരും. ഇനി നമ്മുടെ കുട്ടികളുടെ പേരിൽ മാക്സ് ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ ബജാജ് ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തുടങ്ങിയവ കുറച്ച് സ്കീംസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും റിട്ടേൺ ഞാൻ മുമ്പ് പറഞ്ഞ ആ സ്കീമിൻ്റെ അത്രയും മികച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിന് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യമാണ്. മാതാപിതാക്കളുടെ പോളിസിയിലേക്ക് കുട്ടിയും കൂടി ആഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല സേവിങ് സ്കീംസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDFC, ICICI പ്രൂഡൻഷ്യൽ, അതുപോലെ തന്നെ ടാറ്റ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവ ചൈൽഡ് ഗിഫ്റ്റ് ഫണ്ട് സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടിനകത്താണ്, മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അവിടെ ഓഹരികളിലാണ് നിക്ഷേപം. പക്ഷേ അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്
നല്ല സ്മോൾ ക്യാപ് ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല സമ്പാദ്യ പദ്ധതികൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മികച്ച വിദ്യാഭ്യാസം, നല്ല ശീലങ്ങൾ, നല്ല ആരോഗ്യം, ഇതൊക്കെയാണ്. താങ്ക് യു.